ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡിലെ കൊക്കായി പാലം കോൺക്രീറ്റ് പ്രവൃത്തിക്ക് തുടക്കമായി. റോഡ് നവീകരണം തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും പ്രവൃത്തി ഇഴയുകയായിരുന്നു. സജീവ് ജോസഫ് എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രവൃത്തി പുനരാരംഭിച്ചത്. ചെമ്പന്തൊട്ടിക്കാരുടെ യാത്രയുടെ ഭാഗമായി മാറിയ പഴയ പാലം പൊളിച്ചുമാറ്റിയാണ് താൽക്കാലിക മാർഗമൊരുക്കി പുതിയ പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് പ്രവൃത്തി മാസങ്ങളായി ഇഴയുകയായിരുന്നു. ഇരുഭാഗത്തും റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട്. കിഫ്ബി പദ്ധതിയിൽ 43 കോടിയുടെ എസ്റ്റിമേറ്റിൽ നടക്കുന്ന റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 2 പാലങ്ങളാണ് കിഫ്ബി പദ്ധതിയിൽ ഈ റോഡിൽ പണിയുന്നത്. ചെമ്പന്തൊട്ടി പാലം നേരത്തെ നിർമ്മാണം പൂർത്തിയായി. കൊക്കായിയിൽ ചില തർക്കങ്ങൾ കാരണം പ്രവൃത്തി നീളുകയായിരുന്നു. ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡിൻ്റെ വർക്ക് ലേശം താമസിച്ചായിരുന്നു. ഇപ്പം ഉദ്ഘാടനം കഴിയേണ്ട സമയമായിരുന്നു. പക്ഷേ വീണ്ടും ഇതിപ്പം ഏകദേശം സ്പീഡ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തീർക്കാനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട എംഎൽഎ അഡ്വക്കേറ്റ് സജീവ് ജോസഫും എക്സിക്യൂട്ടീവ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഇന്ന് കൊക്കായി പാലത്തിൽ വരികയും അവിടുത്തെ കോൺക്രീറ്റ് പണി ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പണികളെ അടിയന്തരമായി തീർക്കാൻ എംഎൽഎയും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരാറുകാരൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായിട്ടും ബാക്കി പണികൾ സ്പീഡായിട്ട് തീരും. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരടക്കം കരാറുകാരാണ് എത്രയും വേഗം നാട്ടുകാരുടെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ വേഗം പണി തീർത്ത് ഈ റോഡ് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. ശ്രീകണ്ഠാപുരം മേഖലയിൽ വലിയ വികസനത്തിന് കാരണമാകുന്ന റോഡാണ് ഇത്. 9.7 കിലോമീറ്റർ റോഡ് 9 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്തിയാണ് വികസിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.